ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു തക്കേരം റെസിപ്പിയും കൊണ്ടാകുന്നത് കേട്ടോ. പല ഐറ്റംസും ഉണ്ട്, കടൽ വിഭവങ്ങൾ കൊണ്ടിട്ടുള്ള നല്ല അടിപൊളി ഒരു തക്കേരാണെന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ ബിരിയാണി ഉണ്ട്, കല്ലുമ്മക്കായ ഫ്രൈ ഉണ്ട്, ജ്യൂസ് ഉണ്ട്, അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു അടിപൊളി വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കല്ലുമ്മക്ക രണ്ട് വലിപ്പത്തിലുള്ളതുണ്ട്, ഇത് ചെറിയ വലിപ്പത്തിലാണ്. അപ്പോൾ ഇത് പുഴുങ്ങിയെടുക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീനാക്കി എടുക്കണം. ക്ലീനാക്കി എടുത്തതിന് ശേഷം ഇതിനെങ്ങനെ വെള്ളമൊന്നും ഒഴിക്കാതെ അടുപ്പിൽ വെച്ചെടുക്കുക. അങ്ങനെയാണ് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത്. പച്ചയിൽ കത്തി ഉപയോഗിച്ച് അതുപോലെയും കാണും കേട്ടോ. അപ്പോൾ ഇതാണ് ചെറുത്. ഞാൻ വിചാരിച്ചു അതാണ് ചെറുത്. പക്ഷേ പണ്ടൊക്കെ നമുക്ക് ഇതിലും വലിയ കല്ലുമ്മക്കായൊക്കെ കിട്ടാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അത്ര വലുതൊന്നും കിട്ടുന്നില്ല, ചെറുതാണ് കിട്ടുന്നത്. നല്ല സീസണാണ് കേട്ടോ, കല്ലുമ്മക്കായൻ്റെ സീസണാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഈ ഡിസംബർ മാസം, ജനുവരി മാസത്തിലൊക്കെയാണ് ഇത് വിളവെടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. എന്താ ഈ ഒരു വലിപ്പത്തിലുള്ളതാണ് കേട്ടോ. വലുത് എന്ന് പറയുന്നത് കുഞ്ഞ് ഇതാണ്. അപ്പോൾ ഇത് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങിയെടുത്തിട്ട് നമുക്ക് കാണാം ഇതിൻ്റെ പരിപാടിയൊക്കെ. നാളെയാണ് സൽക്കാരം. അപ്പം സീ ഫുഡ് വെച്ചിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മെയിനായിട്ട്. മുഴുവനായിട്ട് ഓപ്പണാക്കി വന്നിട്ടുണ്ട് കേട്ടോ. കടുക്ക കല്ലുമ്മക്കായ എന്നൊക്കെ പറയും. ഇതുണ്ടല്ലേ, ഇത് ഫ്ലെയിം ഓഫാക്കി നന്നായിട്ട് ചൂടാക്കുക പോയതിനു ശേഷമാണ് ഇത് പൊളിച്ചെടുക്കുന്നത്. അതിൽ കണ്ടോ ഒരു മഞ്ഞ കളറ്, ഒരു ഓറഞ്ച് കളർ പോലെ തോന്നുന്നുണ്ട് ഈ ഒരു കല്ലുമ്മക്ക. അതാണ് ഇതിൻ്റെ നെയ്യ് എന്ന് പറയുന്നത്. നല്ല നെയ്യൊക്കെ ഉള്ള കല്ലുമ്മക്കായ. നമ്മൾ ഓരോ കല്ലുമ്മക്കായ ക്ലീനാക്കി എടുക്കുമ്പോഴും അതിൽ നിന്ന് അടർത്തിയെടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഉൾഭാഗമൊക്കെ ക്ലീനാക്കി എല്ലാം ശരിയാക്കുകയാണെങ്കിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് പരിപാടി അയച്ചെടുക്കാം. ഇത് 4 കിലോന് 300 റുപ്യ അല്ലേ? നല്ല ചെമ്മീനാട്ടോ, വെള്ള ചെമ്മീൻ. ഇതും രാത്രിയിൽ തന്നെയാണ് ക്ലീനാക്കി എടുക്കുന്നത്. രാവിലെ ആകുമ്പോൾ അത്ര വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പം ഇത് ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ചെമ്മീൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ചെമ്മീനാണ്. ഇത് ക്ലീനാക്കി എടുക്കുകയാണ്. ക്ലീനാക്കിയത് വേവിച്ച് വെക്കണ്ടോ? ഇല്ല അല്ലേ? വെള്ളത്തിലിട്ടിട്ട് ഫ്രീസറിൽ വെക്കുക ചെയ്യുക. ഫ്രീസറിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതേപോലെ അതിൻ്റെ തല കൂടിയിട്ടാണ് ഇതെടുക്കണത്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ചെമ്മീൻ്റെ തല കൂട്ടിയിട്ട് വെക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് മുഴുവനായിട്ട് ഇവിടെ ക്ലീനാക്കാൻ പോവാണേ. ഫുള്ളായിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പിട്ടിട്ടുണ്ട്, ആവശ്യത്തിനുള്ള പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടിയും നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി കൂട്ടിയിട്ടാണ് മസാല തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇഞ്ചിയോ വെളുത്തുള്ളിയോ അതൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ഇതേ രീതിയിൽ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അതാ ഇന്നത്തേക്കുള്ള പച്ചക്കറികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ പരത്തിയിട്ട് രാത്രി തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ രാത്രി ആകുമ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല, അത് തണുപ്പല്ലേ, പുറത്ത് വെച്ചാൽ തന്നെ നല്ല രീതിയിൽ ഇത് ഫ്രഷായിട്ട് നിൽക്കും. തക്കാളി, ചെറുനാരങ്ങ, ഇഞ്ചി, സവാള, പിന്നെ മല്ലി, പുതിന, കറിവേപ്പ്, ഈ വക സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പരത്തി വെച്ചിരിക്കണം. പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ ഇതേപോലെ പരത്തി വെക്കുകയാണ്, ഫ്രിഡ്ജൊന്നും ഇല്ല ഇന്ന്. അപ്പോൾ ഇതുപോലെ വെക്കുക തന്നെയാണ് പതിവ്. ഇത് മുന്തിരി ജ്യൂസ് അടിക്കാനായിട്ട് വാങ്ങി കേട്ടോ. അപ്പോൾ ഈ ഫ്രഷ് മുന്തിരി നല്ല ഫ്രഷാണ്. ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇത് പുഴുങ്ങിയിട്ടുള്ള ജ്യൂസാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം പട്ടയും 2-3 ഗ്രാമ്പൂ ഇട്ട് എടുത്തിട്ടാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നത്. ആദ്യം മതി ഗ്രാമ്പൂ. അത്ര ഗ്രാമ്പൂ ഇട്ടെടുത്ത് ഇനി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അധികം ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. തിളച്ച വെള്ളം ഒഴിച്ചെടുത്ത് നന്നായിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ തന്നെ തക്കാളിയൊക്കെ ഇതുപോലെ ബിരിയാണിക്ക്, ചെമ്മീൻ ബിരിയാണി നമ്മൾ കുറച്ച് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തത് കേട്ടോ. ഇതുപോലെ അരിഞ്ഞെടുക്കുന്നത്. സവാള, ക്യാരറ്റ് ഉണ്ട്. ഇത് ബിരിയാണിക്കുള്ളതാണ്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇതേപോലെ തന്നെ നമ്മളെ കല്ലുമ്മക്കായ ഫ്രൈ ആക്കാനുള്ള കേട്ടോ. ഒരു ചെറിയൊരു തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ഇത്രയും സാധനങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇലകളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനുണ്ട്, ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കാനുണ്ട്.
ഇതാ ഇതേപോലെ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കളർ കണ്ടില്ലേ, ഇതേപോലെ നല്ല കളറിലുണ്ടാവും. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം വേണം ജ്യൂസാക്കി എടുക്കാനായിട്ട് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ചൂടാറും, കാരണം നല്ല തണുപ്പല്ലേ. അപ്പോൾ തന്നെ ചൂടാറാനായിട്ടൊക്കെ തുടങ്ങിയേ. അപ്പോൾ അത് ചൂടാറാനായിട്ട് വെക്കാം. സാധാരണ ചോറിൻ്റെ കൂടെ കൊടുക്കാനായിട്ടുള്ള കേട്ടോ കുമ്പളങ്ങ കറിയാണ് കേട്ടത്. കുമ്പളങ്ങ മോര് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി. ഇത് തിളച്ചിട്ടുണ്ട്. ഇത് ചമ്മന്തിക്കുള്ള കേട്ടോ, ബിരിയാണീൻ്റെ കൂടെ ഉണ്ടാക്കാനുള്ള ചമ്മന്തി. പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, പുതിനയില, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടുള്ള നല്ലൊരു ചമ്മന്തിയാണ്. ഇത് അരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞെടുക്കും. ഉള്ള കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് അരയ്ക്കാൻ പോവുകയാണേ. ഈ ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കട്ടോ. ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല രീതിയിലാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അയക്കോറയാണ് കേട്ടോ, അത് അയക്കോറയാണ് ഫ്രൈ ആക്കുന്നത്. അപ്പം അയക്കോറ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് മസാല തേക്കാം. ഇത് ചെമ്മീന് ഐസ് പോകാനായിട്ട് മാറ്റി വെച്ചാണ്. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ബിരിയാണിക്കായിട്ടുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. വഴറ്റിയെടുക്കാനാണ്. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് സവാള ഇട്ടെടുത്തിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ അതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് നെയ്യും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. മിൽമ നെയ്യാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇനി സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കുമ്പോൾ അതുപോലെ ഇങ്ങനെ ഒന്ന് ഇതിൻ്റെ അല്ലിയൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് ആ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്ന് കിട്ടും. അരി ഊറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്, ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അരി വേവിക്കാനായിട്ട് ഇവിടെ വെള്ളമൊക്കെ അടുപ്പിൽ വെച്ചാണ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അതേസമയം തന്നെ അപ്പോൾ ഉള്ളി ഫ്രൈ ആക്കുന്നതും വെളിച്ചെണ്ണയിൽ തന്നെയാണ്. അപ്പോൾ വെളിച്ചെണ്ണ അതിന് ആവശ്യത്തിനുള്ള വെച്ച് കൊടുത്ത് 3 കിലോ ബിരിയാണിയിലേക്ക് 600 ml വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ചെമ്മി ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ അതിൻ്റെ കൂടെയും കുറച്ച് നെയ്യൊന്ന് ആഡാക്കി കൊടുക്കും കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ചെറുതായിട്ട് അരിയാനായിട്ട് ശ്രദ്ധിക്കണം. തക്കാളി വലിപ്പം കൂടി ഉണ്ടെങ്കിൽ വേവില്ല. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചിട്ട് കൊടുക്കും. നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ബിരിയാണി മസാല ഇട്ട് കൊടുത്തു. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ബിരിയാണി മസാല കേട്ടോ. ഇനി മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇനി നന്നായിട്ട് വഴറ്റി വെക്കണം കേട്ടോ. അടുത്തത് കുരുമുളക് പൊടിയാണ് വേണ്ടത് കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് തൈര് കൂടി വെച്ച് കൊടുക്കും. കൂടണ്ട കേട്ടോ. തൈര് നമ്മൾ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി ഒന്നുമല്ല, ഇതിൽ വളരെ കുറച്ച് തൈര് വെച്ച് കൊടുക്കണം കേട്ടോ. ഏകദേശം ഒരു 1/2 കപ്പോളം തൈര് വെച്ച് കൊടുക്കണേ. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഇനി നന്നായിട്ട് വേവിച്ചെടുക്കണം. കുറച്ച് ചെറുനാരങ്ങ നീര് ഇത്തിരി അടച്ച് വെക്കട്ടോ. അടച്ച് വെച്ചിട്ട് നന്നായിട്ട് നല്ല ഗ്രേവി ആയിട്ട് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളെ മീൻ മസാല ചേർക്കാണ് കേട്ടോ. അത് അയക്കുറ. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചെറുനാരങ്ങ നീര്, ഒരല്പം ചെറുനാരങ്ങ നീരും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, നീര് അതേപോലെ കുത്തി ഇട്ട് കൊടുത്തല്ലോ കേട്ടോ. അതിൻ്റെ നീര് മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു മസാല ഉണ്ടാക്കി. അപ്പോൾ അത് ഷോർട്ട് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതേപോലെ മുഴുവനായിട്ട് ഇവിടെ മസാല തേച്ച് വെക്കാം. ഈ ഒരു രീതിയിൽ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല നാടൻ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി നീരും ചെറുനാരങ്ങ നീരും പിന്നെ സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അത് മാത്രം. ഇതിലേക്ക് ഇടാനായിട്ടുള്ള ഉള്ളി ഇവിടെ നന്നായിട്ട് മുരിഞ്ഞ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഫ്രൈ ആയി വരണം. അപ്പോൾ ബിരിയാണി ദം ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നല്ല സ്മെല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉള്ളി നല്ല രീതിയിൽ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. കരിഞ്ഞോ വരുത്. അപ്പോൾ അതിലേക്കുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് ക്യാരറ്റ് ഒക്കെ ദമ്പിലേക്കുള്ള. അപ്പോൾ ഈ ഉള്ളി കൂടി ഫ്രൈ ആക്കിയതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കും. ബിരിയാണി ലീഫാണ് കേട്ടോ. ബിരിയാണി ലീഫ് നമ്മളെ ഈ ബിരിയാണീൻ്റെ സ്മെല്ല് കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതാ നമ്മുടെ മസാല നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നു കേട്ടോ. അതിനൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി ആ ഒരു രീതിയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ചെമ്മി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചല്ലേ അത്. അപ്പോൾ അതും കൂടി ഇട്ട് വെക്കുക. ചെമ്മി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചെമ്മീന് കൂടുതലൊന്നും വേണ്ട, കുറച്ച് മതി. സാധാരണ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ 1 കിലോ ചിക്കനിൽ 1 കിലോ ചിക്കൻ എടുക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ 1 കിലോ റൈസ് എടുക്കുമല്ലോ. അപ്പോൾ അതേപോലെ ഒന്നും ആവശ്യമില്ല. ഇത് നല്ല ടേസ്റ്റ് ആവും. ഇതേപോലെ
ഉണ്ടാക്കണമെങ്കിൽ ഇത് 2 കിലോഗ്രാം ചെമ്മീനാണ്, 3 കിലോ റൈസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് ഇനി ഇത് വേവിക്കാൻ വെക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് ഈ ചെമ്മീൻ ഇതിലോട്ട് ഇട്ടപ്പോൾ തന്നെ നല്ല ബിരിയാണീൻ്റെ ഒക്കെ സ്മെല്ല് വരാനായിട്ട് തുടങ്ങി കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ലൊരു ഒന്ന് ഇതായിക്കോട്ടെ, കളിച്ചോട്ടെ. ഈ ഒരു സമയത്ത് മല്ലിൻ്റെ ഇല, പുതിന ഇല, കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇടാനായിട്ട് പോകണേ, ദമ്മ് ചെയ്യാനായിട്ട് പോകണം. ചെമ്മീൻ അത്യാവശ്യം വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ 2 കൊട്ടക്കൈയിൽ ഉപയോഗിച്ചിട്ടാണ് തീറ്റിക്കുന്നത്. നമ്മളെ ഈ ഐറ്റംസൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതേ രീതിയിൽ ഇത് മുഴുവനായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ചെറുനാരങ്ങ നീര് ഇതുപോലെ ഇങ്ങനെ ദമ്മിൽ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാൻ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഉള്ളി ഫ്രൈ ആക്കിയിട്ടുള്ള ഓയിലുണ്ടല്ലോ, അതും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ദമ്മാക്കാം. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ നിന്നാൽ മതി കേട്ടോ. ഇത് കുറച്ച് ചിക്കന് ഒന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ചിക്കൻ വേണ്ടി വരും. അതേപോലെ തന്നെ നമ്മുടെ ഫിഷ് നന്നായിട്ട് മസാല തേച്ച് മാറ്റി വെച്ച് കല്ലുമ്മക്കായൻ്റെ പരിപാടി തുടങ്ങി കേട്ടോ. കല്ലുമ്മക്കായ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ആക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ നമുക്ക് ഈ സവാള, ചെറിയുള്ളി നന്നായിട്ട് ഇന്ന് വേവിച്ചെടുക്കുക ആദ്യം തന്നെ. അപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലയിൽ ഉപ്പുണ്ട്, നോക്കിയിട്ട് ഇട്ടെടുത്താൽ മതി. നന്നായിട്ട് വഴറ്റിയെടുക്കണം. അടുപ്പിൻ്റെ അവിടെയൊക്കെ പല സാധനങ്ങളും ഉണ്ട്, കാരണം ഇന്ന് പല പണികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതവിടെ കിടന്നിട്ട് നല്ലൊരു ഗോൾഡൻ കളറിലായി വരുന്നത് വരെ നമുക്കിതിനെ വേവിച്ചെടുക്കണം കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളറിലായി വരണം, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കല്ലുമ്മക്കായൊക്കെ അതിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ. സവാള നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല വഴന്ന് വന്നിട്ട് ആ ഒരു സമയത്ത് നമുക്ക് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തക്കാളി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫിഷ് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഈ ഒരു ഗ്രേവിക്ക് നല്ല ടേസ്റ്റൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും മിക്സാക്കി കൊടുക്കുക. കുറച്ചും കൂടി ഉപ്പിട്ട് അപ്പോൾ ഇത് ഇതേ രീതിയിൽ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം മുഴുവനായിട്ട് കല്ലുമ്മക്കായ. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഓരോ ബാച്ച് ഫ്രൈ ആക്കി എടുത്ത് ഈ മസാലയിലോട്ട് ഇട്ട് കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടി ചെയ്യും. ഈ ഒരു രീതിയിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരി ഈ ഒരു മസാലയിട്ട് കൊടുക്കാം. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. കടുക്ക ചെറുതാണെങ്കിലും നല്ല മണമുണ്ട്. ഇനി അടുത്ത ബാച്ച് ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ആക്കിയെടുക്കുക. നമുക്ക് അടുത്ത് ഫിഷ് ഫ്രൈ ആക്കിയെടുക്കുക. അപ്പോൾ അതിനായിട്ട് പാൻ വെച്ചെടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ വെച്ചാണ് ചൂടായിരുന്നു. ആയിക്കോട്ടെ, ഒന്നും കൂടി ചൂടാവാണ്ട്. വേണ്ട, അപ്പം ഇങ്ങനെ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ മറച്ചിട്ട് വീണ്ടും വേവിക്കാം. ഇത് നന്നായിട്ട് സ്ക്യൂസ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ആ ഒരു ചണ്ടി ഉണ്ടാവുമല്ലോ, അത് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്താൽ മതി. ആ ഒരു രീതിയിലാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു വൈനിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറൊക്കെ വരും ഈ ഒരു ജ്യൂസിന്.
ജ്യൂസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഉമ്മച്ചി ഇവിടെ കല്ലുമ്മക്കായ നന്നായിട്ട് മിക്സ് ആക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മസാലയും അതേപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ടുള്ള കല്ലുമ്മക്കായ ഉണ്ടല്ലോ അതും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ബിരിയാണീൻ്റെ കൂടെ മാത്രമല്ല പൊറോട്ടൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഇത് ചൂടോടെ ഇതേപോലെ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ജ്യൂസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കളറാട്ടോ. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല കളറാവും. അത് എടുത്തേക്കാം. ചിക്കനും കൂടി ഫ്രൈ ആക്കി എടുത്താൽ പരിപാടി കഴിഞ്ഞു. ചിക്കന് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഫ്രൈ ആക്കണേ. ഇതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്രൈ ആക്കി എടുത്തിട്ടെടുക്കാം. ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മുടെ ദമ്മൊക്കെ പൊട്ടിച്ച്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ബിരിയാണി തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നിനും മറക്കരുത്. ഓക്കെ, ബൈ.